എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അനിയാണ്. എൻ്റെ ഈ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കൂടെ കാണുന്ന ആ ബെൽ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എൻ്റെ വീഡിയോസ് കാണുന്നവരിൽ ഭൂരിഭാഗം പേര് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, എന്നിട്ട് എൻ്റെ വീഡിയോസ് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇന്ന് ഞാനൊരു ഫിഷ് കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാള എന്ന് പറയും, ആറ്റുമീനാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. വാള നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, കറിവേപ്പില, ചെറിയുള്ളി അരിഞ്ഞത്, ഇനി ഒരു 6-7 കുടംപുള്ളി ഉപ്പിട്ട് വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഇപ്പം നന്നായിട്ടത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വലിയ ഉരുളി എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിക്കാം. 3.5 കിലോയോളം വലിപ്പമുള്ള മീനായിരുന്നേ, അതുകൊണ്ടാണ് ഇത്രയും വലിയ ഉരുളി എടുത്തത്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഇനി നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കാമേ. കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടട്ടെ. കടുക് പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാവേ. കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും ആ ഒരു ചതച്ചതൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഒത്തിരി അങ്ങ് ബ്രൗൺ നിറമാകണ്ട, ഒരു ലൈറ്റ് ബ്രൗൺ നിറമാകുമ്പോഴത്തേനും നമുക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാമേ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പൊടികളെന്ന് വെച്ചാൽ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 3 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിട്ട് ഇത് ആ മിക്സിലോട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഒത്തിരി അങ്ങ് മൂത്ത് പോകരുത്. ഒത്തിരി മൂത്താൽ ആ ഒരു മീൻകറിയുടെ ടേസ്റ്റേ മാറിപ്പോവും. അതുകൊണ്ട് ഈ പൊടികളുടെ ഒരു പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ. ഇതായിപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് ആദ്യം തിളപ്പിച്ച് വെച്ച ആ പുളിയും വെള്ളവും കൂടി ഒഴിക്കാവേ. ഇനി ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് വെള്ളം ഒഴിക്കാം, ചൂടാക്കിയ വെള്ളമില്ല, തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. ഇപ്പം ഇതിലേക്ക് ഇപ്പം മീൻ മുങ്ങിക്കിടക്കാനുള്ള ഒരു ചാറ് ഇതിൽ വേണം. അതിനായിട്ട് കുറച്ച് 1 ഗ്ലാസ് വെള്ളം കൂടി, ചൂടുവെള്ളം കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇതായിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ഇട്ട് കൊടുക്കാവേ. നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ്. അപ്പോൾ ഇത് കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല നെയ്യൊക്കെ ഉള്ള മീനാണ്. ഇനി നമുക്കിത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം. മുങ്ങി കിടക്കത്തക്ക വിധത്തിൽ വേണം കേട്ടോ ചാറ് വെക്കാൻ. നന്നായിട്ടൊന്ന് ചാറൊന്നും അതിൻ്റെ മണ്ടയ്ക്കോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാവേ, എന്നാലേ ഇത് വേവത്തുള്ളൂ. അപ്പം നന്നായിട്ട് ചാറൊക്കെ അതിൻ്റെ ചാറിലത് മുങ്ങിക്കിടപ്പുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാവേ. ഇപ്പോൾ കുറച്ച് പറ്റിയിട്ടുണ്ട്. ഇത് അധികം വേവില്ലാത്ത മീനാണ്, അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി കുറച്ചുകൂടി ഒന്ന് പറ്റട്ടെ. ഇപ്പം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ മീനാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബായ്.